ട്രംപും അറബ് രാജ്യങ്ങളും നേർക്കുനേർ. ഗാസയിലെ പലസ്തീനികളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. പലസ്തീനികളെ ഏറ്റെടുക്കില്ലെന്ന് UAE, ഒമാൻ, കുവൈറ്റ് അടക്കം നിലപാട് പറയുന്നു. ഇതോടെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും പലസ്തീനികളെ ഗാസയിൽ നിന്നും ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഭിന്ന നിലപാടും നേർക്കുനേർ ഏറ്റുമുട്ടലും തുടങ്ങിയിരിക്കുകയാണ്. പാലസ്തീനികളെ നല്ല ഭൂപ്രദേശത്തേക്ക് താമസിപ്പിക്കുന്നതിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സമ്മതമാണ്. ആവശ്യമെങ്കിൽ പണവും സഹായവും നൽകാം. എന്നാൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒറ്റ പലസ്തീനിയും കയറ്റില്ല എന്നാണ് നിലപാട്. പലസ്തീനികളെ സഹായിക്കാം, അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ അഭയം നൽകട്ടെ എന്നും അയർലൻഡും സ്പെയിനും ബ്രിട്ടനും പലസ്തീനികളെ ഏറ്റെടുക്കട്ടെ എന്നും ചില ഗൾഫ് രാജ്യങ്ങൾ വാദിക്കുന്നു. അതായത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പലസ്തീനികളെ വേണ്ട, ക്രിസ്ത്യൻ രാജ്യങ്ങളായ യൂറോപ്പിലെ ഭൂപ്രദേശത്തേക്ക് പലസ്തീനികൾ പോകണം എന്നാണ് നിലപാട്. ട്രംപും അറബ് രാജ്യങ്ങളും നേർക്കുനേർ. ഗാസയിലെ പലസ്തീനികളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പലസ്തീനികളെ ഏറ്റെടുക്കില്ലെന്ന് UAE, ഒമാൻ, കുവൈറ്റ് അടക്കം നിലപാട് പറയുന്നു. ഇതോടെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും പലസ്തീനികളെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഭിന്ന നിലപാടും നേർക്കുനേർ ഏറ്റുമുട്ടലും തുടങ്ങിയിരിക്കുകയാണ്. ഹമാസ് ആകട്ടെ പലസ്തീനികളെ ഗാസയിൽ നിന്നും വിടില്ല എന്ന് പറയുന്നു. ഗാസയിൽ നിന്നും പലസ്തീനികൾ പലായനം ചെയ്യലിനെയും ഗാസയിൽ വിദേശികൾക്ക് ഗാസ ഭൂമി വിട്ടുകൊടുക്കില്ലെന്നും ഹമാസ് പറഞ്ഞു. വിദേശികളെ അടിച്ചേൽപ്പിക്കുന്ന ഭരണത്തെയും ചെറുക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഹമാസ് വക്താവ് ഹസീം ഖാസിം ആണ് ട്രംപിനെതിരെ നീക്കം നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ആശയത്തെ അധിനിവേശ ശ്രമമാണ് എന്ന് വിളിക്കുകയും ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കാനുള്ള ഏത് ശ്രമത്തെയും നേരിടാൻ അടിയന്തര അറബ് ഉച്ചകോടിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഗാസ അതിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അവർ വിട്ടുപോകില്ല എന്നും ഖാസിം പ്രസ്താവനയിൽ പറഞ്ഞു. ട്രംപ് പദ്ധതി നിരസിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ അറബ് ജനങ്ങളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിനിടെ ഗാസയിലെ പൗരന്മാർക്ക് അഭയം നൽകില്ല എന്ന് ജോർദാന്റെ രാജാവ്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ ജോർദാനിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് തന്റെ രാജ്യത്തിന്റെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുമെന്ന് അതിന്റെ രാജാവ് അബ്ദുള്ള ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി ഗസാൻ അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള ആശയം നിരസിച്ചു. ഇത് ഹമാസുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഭീഷണികൾ സീനായ് ഉപദ്വീപിലേക്ക് കൊണ്ടുവരും എന്ന് മാത്രമല്ല, സ്ഥിരമായ കുടിയൊഴിപ്പിക്കലിന് ഒരു മാതൃക സൃഷ്ടിക്കുമെന്നും ഭയപ്പെടുന്നു. എന്തായാലും ട്രംപിന്റെ പദ്ധതി ഗാസ മുഴുവൻ അമേരിക്ക ഏറ്റെടുക്കാനാണ്. അമേരിക്കയിൽ നിന്നും 9500 കിലോമീറ്റർ ദൂരമുണ്ട് ഗാസയിലേക്ക്. അമേരിക്ക ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസ് ഗാസയിൽ ഒരു ശക്തി കേന്ദ്രം നിലനിർത്തുകയും 2007 മുതൽ എൻക്ലേവ് ഭരിക്കുകയും ചെയ്യുന്നു. 2023 ഇസ്രയേലിനെതിരായ ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ വിനാശകരമായ ആക്രമണം നടത്തിയിട്ടും ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും തകർക്കാൻ ആയിട്ടില്ല. അതിനാൽ തന്നെ ജനങ്ങളെ മുഴുവൻ മറ്റു രാജ്യത്തേക്ക് ഒഴിപ്പിച്ച് അവശേഷിക്കുന്ന ഗാസയെ കൂടി തകർക്കുക എന്ന നയം ഇസ്രയേലിനുമുണ്ട്. ജനങ്ങളെ മുഴുവൻ മാറ്റിയാൽ ഗാസയിൽ പിന്നീട് അവശേഷിക്കുന്നവർ ഹമാസുകാർ മാത്രമാണ്. അവരെ വധിക്കാൻ പിന്നീട് എളുപ്പമാകും. ഹമാസിനും ഇത് നന്നായി അറിയാം. ജനങ്ങളെ മാറ്റുന്നത് ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് എന്നും ഹമാസ് ഭീകരന്മാർക്കറിയാം. ഹമാസ് ഭൂഗർഭ തുരങ്ക ശൃംഖലകളെ നിയന്ത്രിക്കുന്ന സൈനിക ശേഷി നിലനിർത്തുന്നു. ജനസംഖ്യയെ സ്വാധീനിക്കുന്നത് തുടരുന്നു. ഗ്രൂപ്പിനെ നശിപ്പിക്കുമെന്ന് നെതന്യാഹു പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നില്ല. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ വർഷങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് ചില വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർബാനസ്.